ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു തെരണ്ടിക്കറി കേട്ടോ. പൊതുവെ ഈ തെരണ്ടി ഒന്നും അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി കറി എല്ലാവരും കഴിച്ചു പോകും കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് തെരണ്ടിയൊക്കെ ഒന്ന് എടുക്കാം. അതേപോലെ നല്ല അത്യാവശ്യം വലുപ്പം 2 തെരണ്ടി നമുക്ക് കിട്ടിയിരിക്കണേ. ഇനി നമുക്ക് ഇതിന്റെ പള്ളഭാഗമൊക്കെ ഒന്ന് മുറിച്ച് അതിന്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ പള്ളഭാഗം. നമുക്ക് കത്തി വെച്ച് മുറിച്ച് ഇതിന്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുക്കണം. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് തെരണ്ടിയൊക്കെ ഒന്ന് നന്നാക്കി ആ പള്ളഭാഗമൊക്കെ ഒന്ന് മുറിച്ച് ഇതുപോലെ തന്നെ വേസ്റ്റ് ഒക്കെ കളഞ്ഞേക്കണേ. ഇത് നല്ല ചെറിയ അതിന്റെ നടുഭാഗം മാത്രമേ കുറച്ച് ഉറപ്പുള്ളൂ, അതിന്റെ സൈഡൊക്കെ നല്ല സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇറച്ചിയൊക്കെ മുറിക്കണം. മതി കത്തി വെച്ചിട്ട് ഇതുപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് ആദ്യം ഒന്ന് മുറിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം ഇതേപോലെ തന്നെ മുറിച്ചെടുത്തേക്കണേ. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു അരമുറി തേങ്ങ അതേപോലെ തന്നെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ചെറിയൊരു തേങ്ങൻ്റെ അരമുറി തേങ്ങയാണ് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് 2 ഇല്ലി വെളുത്തുള്ളിയും അതേപോലെ 2 ഇല്ലി ചെറിയ ഉള്ളിയാണ്. അതും കൂടി നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 2 ഇല്ലി കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് തികച്ച ഓപ്ഷനിലാണ്. ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്, ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നല്ലോണം ചെറിയ തീ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം ഇതേപോലെ തന്നെ തീ കുറച്ചുകൊണ്ട് നല്ലൊരു കളറാവുന്നവരെ ഒരു കളറാവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുത്ത് ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ചൂടാതിന് ശേഷം നല്ല മയത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് വേറെ ചട്ടി അടുപ്പത്തൊക്കെ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതേപോലെ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു നുള്ളു ഉലുവ ഇട്ട് കണ്ടൊന്ന് പൊട്ടിക്കുക. അപ്പോൾ ഈ സമയത്ത് കടുകൊന്നും ചേർക്കണ്ട, ഉലുവ മാത്രം മതി. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 10 ഇല്ലി ചെറിയ ഉള്ളി, ഒരു 5 ഇല്ലി വെളുത്തുള്ളിയാണ് അതിലേക്ക് ഇട്ടുന്നത്. അത് രണ്ടും ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയെടുക്കുക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു സവോളിൻ്റെ പകുതി സവോള മതി കേട്ടോ. കൂടുതലായിട്ട് സവോളയൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കാണാൻ നമ്മൾ കറി കൊളാക്കണ്ട, കുറച്ച് കഷ്ണങ്ങൾ മതി. അതുകൊണ്ട് ഒരു പകുതി സവോള എടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതുപോലെ തന്നെ നല്ലോണം വയന്ന് വരേണ്ട പച്ചപ്പൊക്കെ ഒന്ന് പോയി കിട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു തക്കാളിൻ്റെ ഒരു നല്ലൊരു പഴുത്ത തക്കാളി ആണെങ്കിൽ ഒരു പഴുത്ത തക്കാളി, അല്ലെങ്കിൽ ഒരു വലിയ തക്കാളിൻ്റെ പകുതി തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ തക്കാളി നല്ല വേവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഒന്നൊരു വയന്നതിൻ്റെ ശേഷം നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമില്ല മുളകും പൊടി. അപ്പോൾ ഞാൻ 2 സ്പൂൺ മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ 3 പൊടികളും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ചെറിയ തീ തന്നെ ഇളക്കി അതിൻ്റെ പച്ചമുളകൊന്ന് പോകാനും വേണ്ടിയിട്ട് സാവധാനം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമുളകൊന്ന് പോയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. നിങ്ങൾക്ക് പൊടി ഇല്ലെങ്കിൽ സാധാരണ നമുക്ക് സാമ്പാർക്കൊക്കെ ഇടുന്ന കായ അതേപോലെ ഒന്ന് എണ്ണയിലൊന്ന് വറുത്ത് ഒന്ന് പൊടിച്ചതിന് ശേഷം ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കുക. എന്നതിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച തെരണ്ടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പൊരിക്കാനും കുറച്ച് കറി വെക്കാനുമാണ് എടുക്കുന്നത്. അപ്പോൾ കറി വെക്കാതെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ മീനിലേക്ക് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ സമയം സാധാരണ മീനിൻ്റെ മാതിരി നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഇളക്കിയാൽ ഉടയണ മീനൊന്നല്ല, അപ്പോൾ കുറച്ച് കുറപ്പിലെ മീനാണ്. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ചെറിയൊരു നെല്ലിക്കൻ്റെ വലുപ്പത്തിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ടിന് അത് നല്ലോണം പിഴിഞ്ഞതിൻ്റെ വെള്ളമാണ്. ചെറിയൊരു കപ്പിന് 1 കപ്പ് വെള്ളമുണ്ട്, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ആ മസാല ആ മീനൊക്കെ ആ പുളിവെള്ളത്തേക്ക് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം തിളപ്പിച്ച് മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊന്ന് തിളച്ച് വന്നിരിക്കണം. അപ്പോൾ കുറച്ച് കറി ഇതിൽ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി കുറുന്നനായതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കുക. അപ്പോൾ 2 മിനിറ്റ് കൂടി തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കറിയൊക്കെ നല്ലോണം കുറുകി വന്നിരിക്കും കേട്ടോ. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നുള്ളു വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത്. ആ അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു അത്യാവശ്യം ഒരു കുറുന്നനുള്ള കറിയാണ് നമുക്ക് വേണ്ടത്. ആ തെരണ്ടി മീനിൻ്റെ മുകളിൽ നിന്ന് ഒരു അരപ്പ് പോകാത്ത രീതിയിലുള്ള കറി ആകുമ്പോഴാണ് നമ്മുടെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ലൂസൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു നുള്ളു വെള്ളം നമ്മൾ ആ അരപ്പിൻ്റെ പാത്രത്തിൽ നുള്ളു വെള്ളം ചോദിച്ചതിൻ്റെ ഒന്ന് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവാണോ നോക്കുക. കുറവാണെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ ഇളക്കി ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം വെട്ടി തിളക്കൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ നമ്മൾ അടിപൊളി തെരണ്ടിക്കറി വരെ റെഡി ആയിരിക്കും കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും കേട്ടോ.